പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കാസ്റ്റിംഗ് വോട്ടിങ്ങിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം മാലിന്യ പ്ലാന്റിലെ ജീവനക്കാരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ചത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണെന്നും ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ മറ്റു അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ പഞ്ചായത്ത് ഭരണ നേതൃത്വം വഹിക്കാറുള്ളൂ എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK പ്രകാശൻ പറഞ്ഞു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും CPIM-ലെ ചില നേതാക്കളുമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണം നടത്തുന്നതെന്ന് അനുവദിച്ചു കൊടുക്കാൻ UDF മെമ്പർമാർ തയ്യാറാവില്ലെന്നും ഈ സ്ഥിതി തുടർന്നാൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK പ്രകാശൻ പറഞ്ഞു. പഞ്ചായത്തിലെ മറ്റ് UDF മെമ്പർമാരും സന്നിധരായിരുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അവരുടെ ആദ്യ കാലയളവിൽ തന്നെ നടത്തുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ചില കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. UDF-ൻ്റെ 9 അംഗങ്ങൾ പഴയന്നൂർ പഞ്ചായത്തിലെ ജനാധിപത്യപരമായ എല്ലാ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും എന്ന് ആദ്യമായി പറയുകയാണ്. ഇവിടെ കഴിഞ്ഞ UDF-ൻ്റെ കാലയളവിൽ താൽക്കാലികമായി വച്ചിരിക്കുന്ന ജീവനക്കാർ അന്ന് UDF-ന് 14 അംഗങ്ങളും LDF-ന് 8 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഏകകണ്ഠമായാണ് വിവിധ തലങ്ങളിലുള്ള താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതും അവരുടെ കാര്യങ്ങളിലെല്ലാം കൃത്യമായ അവലോകനം നടത്തി വിലയിരുത്തലുകൾ നടത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലയളവിലാണ് UDF ഭരണസമിതി ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ പഴയന്നൂർ പഞ്ചായത്തിലെ CPM-ന് വിരുദ്ധമായി എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെ വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം അടുത്ത സമയത്തുണ്ടായി. കഴിഞ്ഞ ജനുവരി 24 നടന്ന ഭരണസമിതി യോഗത്തിൽ പഴയന്നൂർ പഞ്ചായത്തിലെ കോടത്തൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കെയർടേക്കറെ പിരിച്ചുവിടുന്നതിന് ഒരു യുവതിയുടെ പരാതി കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാനുള്ള തീരുമാനം അജണ്ടയായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വയ്ക്കുകയുണ്ടായി. എന്നാൽ UDF-ൻ്റെ 9 അംഗങ്ങളും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും അതിനെ എതിർക്കുകയും ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും സാങ്കേതികമായി മാത്രം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഭരിക്കുന്നത്. 24 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 12 അംഗങ്ങൾ ഭരണപക്ഷത്തും 12 അംഗങ്ങൾ എതിർപക്ഷത്തുമാണുള്ളത്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം എന്ന് പറഞ്ഞ് കാസ്റ്റിംഗ് വോട്ടിൻ്റെ ഫലത്തിൽ ആ തീരുമാനം അടിച്ചേൽപ്പിക്കുകയുണ്ടായത്. ഭരണസമിതിയുടെ UDF അംഗങ്ങളും മറ്റു അംഗങ്ങളും അതിനെ എതിർക്കുകയും വിയോജന കുറിപ്പ് എഴുതി ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറയുകയുമാണ് ആ സംഭവം ആയിട്ടുണ്ടായത്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു. ഇതിനു മുൻപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലൊക്കെ ചർച്ച ചെയ്തു. കെയർടേക്കറുടെ പ്രവർത്തനം ശരിയല്ല, പരാതികളുണ്ട്, അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ കെയർടേക്കർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരെ ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, UDF-ൻ്റെ അംഗങ്ങൾ പറഞ്ഞത്, അങ്ങനെ വെച്ചാൽ നമുക്ക് പരിശോധിക്കാം, നേരിട്ട് പോയി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പോയി UDF-ൻ്റെ അംഗങ്ങളും പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് പോയി ഭരണപക്ഷത്തുള്ള മെമ്പർമാരടക്കം പോയി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ തികച്ചും ആ കെയർടേക്കറോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇവിടെ നമുക്കറിയാം,
കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ എതിർക്കുന്ന ആളുകളെ, പത്രക്കാരോട് പോലും കടക്കുപുറത്ത് എന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ പഴയന്നൂർ പഞ്ചായത്തിലും ഇതുപോലുള്ള അവർക്ക് പറ്റാത്ത ആളുകളോട് കടക്കുപുറത്ത് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇനിയുള്ള നാളുകൾ 5 വർഷക്കാലം അത്ര സുഗമമായി ഭരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഈ കെയർടേക്കറുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കിലെ കുട്ടികളെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പരാതി ഉണ്ടെന്നാണ്. ആരാണ് ഈ പരാതിക്കാരെന്ന് അറിയില്ല. അവരുടേതായ ആളുകളെ കൊണ്ട് കൃത്രിമമായ പരാതി എഴുതി കൊടുത്ത് അത് അജണ്ടയിൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ പക്ഷെ പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് അവിടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന് അങ്ങനെ പൂർണ്ണമായി അധികം കൈയടക്കാൻ പറ്റില്ല. അതുകൊണ്ട് താൽക്കാലികമായി അത് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ എന്താ പറയുക, എല്ലാ തരത്തിലും പ്രതിപക്ഷത്തെ ഒതുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ വിലക്കെടുക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെതിരെ UDFന്റെ അംഗങ്ങൾ കൃത്യമായ രീതിയിലുള്ള പ്രതികരണം നടത്തും, സമരങ്ങൾ നടത്തും, പ്രതിഷേധം നടത്തും. ഇപ്പോൾ കിട്ടിയിട്ടുള്ള പരാതി, ഇപ്പോൾ കെയർടേക്കറെ പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് ഭരണസമിതി യോഗത്തിൽ പറഞ്ഞുവെങ്കിലും ആൾക്ക് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല. നോട്ടീസ് കൊടുത്താൽ ഞങ്ങൾ നിയമപരമായി നേരിടും. വക്കീലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ കെയർടേക്കർക്ക് തുടരാനുള്ള അവകാശമുണ്ട്. അതിനുള്ളിൽ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്താൽ തികച്ചും നിയമപരമായ രീതിയിൽ ഞങ്ങളതിന് നേരിടും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ല അവിടെ ഭരണം നടത്തുന്നത്, പാർട്ടി ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അത് ഇവിടെ മാത്രമല്ലല്ലോ, എവിടെയായാലും പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ഭരണസമിതി അംഗങ്ങൾ, പഴയന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി എടുത്തു പറയാം, എല്ലാവരും പുതിയ അംഗങ്ങളാണ്. അപ്പോൾ അതൊരു പിന്നിലുള്ള ആളുകളാണ് ഭരിക്കണമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ പരാതിയുടെ അടിസ്ഥാനം തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഈ താൽക്കാലിക ജീവനക്കാരൊക്കെ നേരിട്ട് വിളിക്കുകയാണ്. നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും എന്നുള്ള രീതിയിൽ ഈ താൽക്കാലിക ജീവനക്കാരോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തികച്ചും പുറത്തുള്ള കൈകടത്തലുകളാണ് ഈ ഭരണസമിതിക്കുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ ആളാണ്, ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പാർട്ടിയുടെ കൈകടത്തലുകളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി 12 പേരാണ് ഇപ്പോഴത്തെ ഭരണസമിതി അവരുള്ളത്. ഞങ്ങൾ UDF 9 പേര് ഞങ്ങളുണ്ട്, BJP 3 പേരുണ്ട്. ഞങ്ങൾക്ക് സുഗമമായ ഒരു ഭരണം അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഞങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, നല്ല കാര്യങ്ങൾക്ക് ക്രിയാത്മകമായി ഞങ്ങൾ അവർ കൂടെ നിൽക്കും എന്ന് തുടക്കത്തിലേ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ മാതിരിയുള്ള ഓരോ അഭ്യാസങ്ങൾ ഞങ്ങളോട് കാണിക്കാൻ വന്നാൽ ഒരിക്കലും ഞങ്ങൾ അത് അംഗീകരിക്കില്ല. അതിനെതിരെ തന്നെ ഞങ്ങൾ ശക്തമായി എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവിടെ ഒരു LDF എന്നോ UDF എന്നോ അങ്ങനെ നിർത്താതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, ഇപ്പോൾ മുരളീധരൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 14ഉം 8ഉം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അന്നൊക്കെ വെച്ചിട്ടുള്ള ഈ താൽക്കാലിക ജീവനക്കാരൊക്കെ 2 കൂട്ടരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുള്ളതാണ്. അവരെയൊക്കെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കാനുള്ള വ്യഗ്രതയാണ് ഇപ്പോഴത്തെ ഭരണസമിതി. കയറി ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണോ പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട്? അതൊന്നുമില്ലാതെ താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കാനാണ് ആദ്യത്തെ അജണ്ടകൾ ഓരോന്നായിട്ട് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ എന്തായാലും എതിർക്കും. അവർ പറഞ്ഞതനുസരിച്ച് പരാതി കിട്ടിയെന്ന് അതിനനുസരിച്ച് ഞങ്ങൾ അവിടെ പാർക്കിൽ അവിടെ പോയി നമ്മുടെ കെയർടേക്കറെ കണ്ടു, അവിടുത്തെ ഹരിതകർമ്മസേനയെ കണ്ടു, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു കംപ്ലൈൻറ്റും അവിടെ ഇല്ല. അവിടുത്തെ CCTV കേടുവെന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടി അപ്പം തന്നെ അവിടുത്തെ കെയർടേക്കറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ഒറ്റ മാസം അവിടുന്ന് സാധനങ്ങൾ കയറ്റി പോകുന്നതുകൊണ്ട് ഫോട്ടോ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുത്തെ VO ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ VOക്ക് ഡിസംബർ വരെയുള്ള എല്ലാ മാസത്തെയും അവിടുന്ന് കയറ്റി പോകുന്ന എല്ലാ സാധനങ്ങളും ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അങ്ങനെയുള്ള ഒരു കുറ്റങ്ങളും മാത്രമേ ഇതിൽ അവിടെ കാണാനില്ലേ. ആവശ്യമില്ലാതെ ഇവർ ഓരോ കുറ്റങ്ങളും ഓരോ വ്യക്തികളെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് എന്നിട്ട് അവരെ പുറത്താക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളായിട്ട് ഇനി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുക തന്നെ ചെയ്യും. നല്ലൊരു ഭരണം അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്.
അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് നിയമിച്ച ആളുകൾ കാലാവധി തീരാനായിട്ടുണ്ടാവുമല്ലോ. സെപ്റ്റംബർ 30 അതെ, ഒരുവിധം ആളുകളിലേക്ക് ആയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് തീരുന്നത് വരെയെങ്കിലും അവർക്ക് കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളും UDF അംഗങ്ങൾ പറഞ്ഞത് സെപ്റ്റംബർ 30 വരെ അവർക്ക് കാലാവധി ഉണ്ട്, അവർ അഗ്രിമെന്റ് കാലാവധി ഉണ്ട്, അതുവരെ അവർ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാമെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അതിന് വരെ അംഗീകരിക്കാൻ അവർ തയ്യാറില്ലാതെ അവർക്ക് ഇപ്പം തന്നെ അവരെ പുറത്താക്കി പറ്റും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ആ തീരുമാനത്തിനോട് ഞങ്ങൾ 9 അംഗങ്ങളും വിയോജിപ്പ് പറഞ്ഞ അപ്പം തന്നെ എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങളോട് പോകുന്നത്. വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടാണ്. ഇനി കാസ്റ്റിംഗ് വോട്ട് വേണ്ടി വരും. അത് എന്തായി കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, കാസ്റ്റിംഗ് വോട്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാസ്റ്റിംഗ് വോട്ട്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അങ്ങനെ എല്ലാ കാര്യത്തിനും കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കാസ്റ്റിംഗ് വോട്ട്. ഇതൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി പോലും ഞാൻ അതാണ് പറഞ്ഞത്, പഞ്ചായത്ത് പ്രസിഡന്റിന് ഇപ്പൊ അത്രയ്ക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, പഞ്ചായത്ത് രാജ് നിയമങ്ങളെ കുറിച്ച് അറിയില്ല. അത് പുറത്തുനിന്നുള്ള കൈകടത്തലുകളാണ് ചില വ്യക്തികളുടെ നിർബന്ധപ്രകാരം ചെയ്തതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പഞ്ചായത്ത് രാജിന്റെ നിയമങ്ങൾ അവർ പഠിച്ചേ പറ്റൂ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ ഒരു കാര്യത്തിന് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച് നിയമവിരുദ്ധാണെന്നുള്ളത് യാതൊരു സംശയമില്ല.